ഇന്ത്യയുടെ പ്രധാനമന്ത്രി ധീരനായിട്ടാണ് പുറത്തെല്ലാം അറിയപ്പെടുന്നത്. ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് പറയുന്നതും ഇതുതന്നെയാണ്. അതേസമയം ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് പാർലമെന്റിൽ കയറാൻ പ്രധാനമന്ത്രി ഭയപ്പെടുന്നുവെന്നാണ്. ആഭ്യന്തരമന്ത്രിയുടെ കാര്യവും വ്യത്യസ്തമല്ല. അതായത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ പാർലമെന്റിൽ എത്താതിരിക്കുന്നു. പാർലമെന്റിൽ എത്തുന്നതിനും അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ജനങ്ങൾ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. ജനപ്രതിനിധികളെ ഒരുമിച്ച് ചേർന്ന് മന്ത്രിമാരെ നിശ്ചയിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ്. പ്രധാനപ്പെട്ടവർ പാർലമെന്റിൽ എത്തുന്നില്ല എന്നതിൻ്റെ അർത്ഥം ജനാധിപത്യം ക്ഷയിക്കുന്നുവെന്നാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് 3 ഘടകങ്ങളാണ്: ഡിസ്കഷൻ, ചർച്ച; ഡിബേറ്റ്, വാദപ്രതിവാദം; ഡിസിഷൻ, തീരുമാനം. അതായത് സഭയിൽ ഉണ്ടാകുന്ന ചർച്ചയും ആ ചർച്ചയുടെ വിവിധ മാനങ്ങൾ വാദപ്രതിവാദങ്ങളിലൂടെ കണ്ടെത്തുന്ന അവസ്ഥയും അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ രാജ്യത്തിന് ഗുണകരമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്ന സാഹചര്യവുമാണ് ഉണ്ടാകേണ്ടത്. അത് ഉണ്ടാകുന്നില്ല എങ്കിൽ രാജ്യം പിന്നോട്ട് സഞ്ചരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് സഭയിലെത്തുന്ന മന്ത്രിമാരാണ് രാജ്യത്തിൻ്റെ കരുത്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം.